മനോഹരമായിട്ട് പറയും, അൽഹംദുലില്ലാ, ധന്യമായി. ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ആൻസിലുണ്ട്, പാമ്പനാകിലുണ്ട്. അതിനൊക്കെ പുറമെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആൻസ് കഴിക്കുന്നവൻ, പാമ്പരാഗ് കഴിക്കുന്നവന്റെ വായ എങ്ങനെയാ വ്രണങ്ങൾ ഉണ്ടാകുന്നത്? ഇതിന്റെ അകത്ത് കുപ്പിച്ചില്ലുകൾ പൊടിച്ചു ചേർത്തിരിക്കുകയാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കേന്ദ്രീകരിച്ച് നടന്ന പഠന റിപ്പോർട്ടിലും ഗുജറാത്തിലെ നാഷണൽ ഒക്കുപേഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിലും പറയുന്നത് ഇതിന്റെ അകത്ത് കുപ്പിച്ചില്ലുകൾ പൊടിച്ചു ചേർത്തിരിക്കുന്നു എന്നാണ്. ഇതിന്റെ അകത്ത് കുപ്പിച്ചില്ലുകൾ പൊടിച്ചു ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 കൊല്ലമൊക്കെ ആൻസോ പാമ്പരാഗോ കഴിക്കുന്ന ഒരാളെങ്ങൾ അന്വേഷിച്ചോളൂ. അയാളുടെ വായെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, ഈ പഞ്ചസാര തരി പോലെ ഒരു വെളുത്ത തരി ഈ വായയുടെ കോട്ടുഭാഗങ്ങളിൽ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ അതിന്റെ അടയാളം എന്നറിയാം? ലൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു മാരകമായ രോഗത്തിന്റെ ലക്ഷണമാണ്. ഇനിയും തുടർന്നിട്ട് കഴിക്കാണോ? വായക്കകത്ത് അർബുദം ഉറപ്പാണ്. ഇന്ന് 50,000 ഓരോ കൊല്ലത്തിലും കേരളത്തിൽ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ലഹരിയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം. ലഹരിയാണ് ഏറ്റവും വലിയ കാരണം. എന്റെ സദസ്സിലുള്ള യുവാക്കളെ, നമ്മൾ എന്തിനാ ഈ തണുപ്പ് കൊണ്ട്, നമ്മൾ എന്തിനാ ഈ ത്യാഗം സഹിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നത്? പുണ്യനബിയുടെ ശഫാഅത്ത് കൊതിച്ചല്ലേ? അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണമെന്ന് ആഗ്രഹിച്ചല്ലേ? എന്നാൽ ലഹരി ഉപയോഗിക്കുന്നവന്, വീറടിക്കുന്നവന്, റമ്മടിക്കുന്നവന്, ആൻസ് ചവച്ചു തുപ്പുന്നവന്, പാൻപരാഗ് ചവച്ചു തുപ്പുന്നവന് ആഖിറത്തിൽ കാത്തിരിക്കുന്നത് ഹൗദുൽ കൗസറല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അവന് കുടിക്കാൻ കൊടുക്കുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളമേത് വെള്ളമാണെന്നറിയുമോ? ഹബാല് നദിയിലൂടെ ഒഴുകുന്ന വെള്ളമാണത്രേ ആ വെള്ളം. ആ വെള്ളത്തിന്റെ പ്രത്യേകത സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഈ നദിയിലൂടെ ഉള്ള വെള്ളം എന്ത് വെള്ളമാ റസൂലല്ലാഹ്? അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, സുരീദു അഹിന്നാർ, നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെടുന്ന ഹതഭാഗ്യവാന്മാരില്ലേ, ആ ഹതഭാഗ്യവാന്മാരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലമാണ് സുഹൃത്തെ ഈ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആൻസ് ചവച്ചു തുപ്പുന്നവന്, പാൻപരാഗ് തിന്നുന്നവന്, ലഹരിക്കടിമയാകുന്നവന് ആഖിറത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളോ. ആ വെള്ളമങ്ങ് വായക്കകത്തോക്ക് ഒഴിക്കുമ്പോ, ഓ എന്റെ സഹോദരാ, വയറ്റിലേക്ക് എത്തുന്നില്ല, ചങ്കിലൂടെ ഒഴുകി ഒലിച്ച് പൊട്ടി പുറത്തേക്കങ്ങ് പോവുകയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ലഹരി ഉണ്ടാക്കുന്ന അപകടം. ആഖിറത്തിൽ വരാനിരിക്കുന്ന അദാബിന്റെ കാഠിന്യം നമ്മൾ ആലോചിച്ചു നോക്കണം. എത്ര മുസ്ലിം ചെറുപ്പക്കാരാ നിങ്ങൾ അയച്ചു നോക്കി, മലപ്പുറം ജില്ലയിൽ എത്ര മാപ്പിള കുട്ടികൾ കല്ലെടുക്കുന്നവരുണ്ട്. എന്താ അതിന്റെ കാരണം? ഒന്നുമില്ല, അവർക്കിത് അറിയില്ല, ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ നഷ്ടങ്ങളുണ്ട്. അതല്ലെങ്കിൽ അവരുടെ കമ്പനി അങ്ങനെയായി മാറി. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കമ്പനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു കുട്ടി നന്നാകുന്നതും കേടാകുന്നതും അവന്റെ കമ്പനിയാണ് കാരണം. ആൺകുട്ടികളുള്ള രക്ഷിതാക്കളെ ജാഗ്രത. നിങ്ങളുടെ കുട്ടികള് ആരെയാണ് ഫ്രണ്ട്സ് ആക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രവാചകന്റെ ഏറ്റവും വലിയ മക്കൾ കേടായി പോകാതിരിക്കാനും ചങ്ങാതിയുടെ മതത്തിലായിരിക്കും സഹോദരൻ. അതുകൊണ്ട് ആരെ ചങ്ങാതിയാക്കുന്നുവോ ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ കുട്ടി SSFലൂടെ വളർന്നു വരട്ടെ, നമ്മുടെ കുട്ടി SPS-ലൂടെ വളർന്ന് SSFലൂടെ SYSലൂടെ എന്ന് പ്രവർത്തിച്ചു പോകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്താണ് ഒരു കുട്ടി SSFകാരനായാലുള്ള മെച്ചം? ഒരു സുന്നി പ്രവർത്തകനായാലുള്ള മെച്ചം എന്താണ്? സുബ്ഹാനല്ലാഹ്, മരിച്ചതിന്റെ ശേഷം നമുക്കൊരുപാട് ദുആ കിട്ടാൻ, നമുക്കൊരുപാട് തഹ്ലീല് കിട്ടാൻ, നമുക്കൊരുപാട് ഖുർആൻ ഖത്മുകൾ ചെയ്തിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് കൂട്ടുകാരെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലാ സമയം ചെലവഴിക്കേണ്ടത്. നോക്കൂ, എന്റെ സുഹൃത്ത് കബീർ സഖാഫി ഒറ്റപ്പാലം, നിങ്ങളെല്ലാവരും ഇന്ന് പത്രത്തിൽ വായിച്ചില്ലേ സഹോദരങ്ങളെ? കബീർ
സഖാഫി എന്ന് പറയുന്ന സഹോദരന് അദ്ദേഹം ഉംറയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് SSFന്റെ പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷനായിരുന്ന കബീർ സഖാഫി ദാരുണമായി ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലത നൽകണേ അല്ലാ. കബീർ സഖാഫിയെ മാറ്റി നിർത്തുന്ന ഘടകമെന്താ? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ മാത്രമല്ല ഉണ്ടായത്, എത്രയോ തഹ്‌ലീലുകൾ ഇതിനകം കബീർ സഖാഫിക്ക് കിട്ടിപ്പോയി. എന്റെ സഹോദരങ്ങളെ, എത്രയോ തവണ ഖുർആൻ ഖത്മ ചെയ്തു കഴിഞ്ഞു, എത്രയോ സദസ്സുകളിൽ പ്രാർത്ഥനാ സദസ്സുകളുണ്ടായി. എന്തേ ഇതിന്റെ കാരണോ? ആദർശപരമായ ബന്ധമാണ്. അല്ലാഹു നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നൊരു ദിവസം വരാനുണ്ട്. പടച്ചറബ് ചോദിക്കും. 5 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാതെ ഒരടിയങ്ങ് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത പരലോകത്തെക്കുറിച്ച് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിലൊരു ചോദ്യം ഏതാണെന്നറിയുമോ? വഅൻ ശബാബിഹി ഫീമ അബ്ലാ. എടാ, നിന്റെ യൗവനം നീ എവിടെയാ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്തുണ്ട് പറയാൻ? നമുക്ക് എന്തുണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ പറയാൻ? നമുക്ക് പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്തല്ലേ ആരോഗ്യം. ഓ എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രായത്തിലുള്ള എത്ര സഹോദരങ്ങളാ ഐശ്വര്യയിൽ കിടക്കുന്നത്? മലമൂത്ര വിസർജനം മര്യാദക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ, മര്യാദക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കൃത്രിമമായ രീതിയിലൂടെ ഭക്ഷണം കൊടുത്ത് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എത്ര ചെറുപ്പക്കാരെയാ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോ കാണാനാകുന്നത്. ആരാണ് എന്റെ സഹോദര നമുക്ക് ആരോഗ്യം തന്നത്? ആരാണ് നമുക്ക് ശേഷി തന്നത്? ആരാ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ രോഗാണുങ്ങളില്ലാതെ അഫിയത്തോടെ നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത്? ഉടയ തമ്പുരാനാണ് എന്റെ സഹോദര. ആ റബ്ബിനെ മറക്കാൻ നമുക്ക് പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് പരലോകത്ത് ചെല്ലുമ്പോ. ഈ നിലക്കുള്ള നിഅമത്തുകൾ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ചോദ്യമാണടാ. ആരാണ്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. നിന്റെ യൗവനം, നിന്റെ ആരോഗ്യം നീ എവിടെയാ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്താ നമുക്ക് പറയേണ്ട ഉത്തരോ? ശ്രേയസിന് വേണ്ടി പ്രവർത്തിച്ചത് അല്ലാഹുവിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറയാം. എന്തേ കാരണോ? നമ്മൾ തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. മുസ്ലിം സമാജത്തിന്റെ പ്രവർത്തനം നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്താണ്. SSFന്റെ യൂണിറ്റ് സമ്മേളനത്തിന് വേണ്ടി ചുമരെഴുതിയത് അല്ലാഹുവിന്റെ ദീനിനുള്ള ഖിദ്മത്താ സഹോദര. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണോ, നമ്മളൊരു ആർട്സ് പ്രവർത്തകനാണോ? നമ്മൾ സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകനാണോ? ഓ എന്റെ യുവാവേ, ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചിന്തിച്ചു നോക്ക്. നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പ്രവർത്തകനാണ്, ഇപ്പോഴത്തെ SSFന്റെ പ്രവർത്തകൻ, ഈ 2 പ്രവർത്തകങ്ങൾ താരതമ്യം ചെയ്തു. SSFന്റെ പ്രവർത്തകൻ മരിച്ചു എന്ന വാർത്ത കേട്ടാൽ അവിടെ ഓടിയെത്തുന്നത് അവന്റെ കൂട്ടുകാർ. അവരെങ്ങനെയുള്ളവരാ? ആ മയ്യത്ത് കണ്ടിട്ട് ഇങ്ങനെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് ചെങ്ങാതി പോയി എന്നും കുഴിമന്തി വാങ്ങിത്തരുന്നവനായിരുന്നു, എന്താ ഇപ്പൊ നാളത്തെ കഥ എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞിരിക്കുന്നവരല്ല അവന്റെ മയ്യത്ത് കാണാൻ പോയത്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വേർപാടിൽ വേദന സഹിച്ചിട്ട് അവിടെ കൊണ്ട് യാസീനോദി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നീ ഞങ്ങളുടെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുപോയി ആ സഹോദരന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് പറഞ്ഞ് ഓരോ SSFകാരന്റെ നാവിൽ നിന്നും ശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്, ദിക്റിലാ ചൊല്ലുന്നത്, ദിക്റുകളാ ചൊല്ലുന്നത്, സ്വലാത്തുകളാണ് ചൊല്ലുന്നത്. അതാണ് ഒരു SSFകാരന് കിട്ടുന്ന ഗുണം. നീ നേരെ അപ്പുറത്തൊരു വീട്ടിൽ പോ, അവിടെ ഒരു മരണ വീട്, ആ മുസ്ലിം ചെറുപ്പക്കാരൻ, അവൻ SSFകാരനല്ല, ഓൻ SYSനില്ല, ഓൻ അങ്ങനത്തെ കാര്യത്തിനൊന്നുമില്ല. പിന്നെ ഓനെന്തായിരുന്നു? ആർട്സ് സ്പോർട്സ് പ്രവർത്തകൻ. എന്തായിരുന്നു പ്രധാനപ്പെട്ട? ഓണം വരുന്ന സമയത്ത് കണ്ണ് കെട്ടിയിട്ട് മണ്ണിന്റെ കല ഉടക്കുക, ഔദുൽ കൗസർ കിട്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുന്ന കാര്യമാണ്. ഒരു കയറെടുത്തിട്ട് അവിടുന്ന് ഇവിടും കൂടി വലിക്കുക, എന്നിട്ട് ആരാ ഈ കയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതേപോലെ ഒരു ബോർഡ് എടുക്കുക, അതിന് 4 മൂലക്കൊരു ഓട്ട, എന്നിട്ട് ഈ ഓട്ടയും ഈ കുഴിയിലേക്ക് എന്ത് ചെയ്യുക, കുറെ കോയിൻസ് കൊണ്ട് തള്ളിയിടുക. ഇവനൊരു ദിവസം കുഴിക്ക് പോകണമെന്നില്ല, ചിന്തിയും കൂടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു പണി, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ആ പ്രവർത്തനം.
അവനെയും അള്ള വിളിച്ചു. അവന്റെ മയ്യത്ത് കാണാൻ വരുന്ന ചിലരുണ്ട്. നിര്യാണിക്ക് താഴെ തുണിയും വലിച്ചെടുത്തുകൊണ്ട് വരുന്നവര്. ഓ എന്റെ സഹോദരാ, എവിടെയാ നമുക്കൊരു യാസീന് കിട്ടുന്നത്? എവിടെയാ നമുക്ക് ഫാത്തിഹ കിട്ടുന്നത്? എവിടെയാ നമുക്ക് നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് റബ്ബേ ഇവനെന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവന് വേണ്ടി ഒന്ന് ദുആ ചെയ്യട്ടെ എന്നാഗ്രഹിച്ച് പള്ളിക്കാട്ടിൽ വന്നിട്ട് നമ്മുടെ ഖബറിന്റെ ചാരത്തൊരു 10 മിനിറ്റ് സമയമെങ്കിലും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യുന്ന കൂട്ടുകാരാ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സജീവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായിക്കോളൂ. ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിലേക്ക് പറഞ്ഞു വിട്ടോളൂ. അവര് കള്ളുകുടിയന്മാരാകാതിരിക്കാൻ, അവര് സീറ്റ് കളിക്കാവാതിരിക്കാൻ, അവര് മദ്യത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകാതിരിക്കാൻ, പ്രായമായാലും മാതാപിതാക്കളെ ആദരിക്കുന്ന, ഉമ്മമാരെ ബഹുമാനിക്കുന്ന, പിതാക്കളെ ബഹുമാനിക്കുന്ന സന്താനങ്ങളായി മക്കളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ശക്തിപ്പെടുത്തിക്കോളൂ. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുട്ടികൾ